വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നമ്മൾ മുന്നേ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂണിറ്റ്സ്, ഫങ്ഷണൽ യൂണിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജുകൾ ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റം എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. അതിൻ്റെ കീഴിൽ കുറേ സബ് ടോപ്പിക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിൻ്റെ പേരാണ് നമ്പർ സിസ്റ്റം. അപ്പോൾ ഈ നമ്പർ സിസ്റ്റം നമ്മൾ എന്തിനാ പഠിക്കുന്നത് അതാണ് ആദ്യത്തെ ചോദ്യം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്, അതിനുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിഫേസ് പോലെ പറഞ്ഞിട്ട് നമുക്ക് നമ്പർ സിസ്റ്റത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡിജിറ്റുകളെ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്പർ എന്ന് പറയുന്നത്. ഇല്ലേ, 122, 534 ഇതൊക്കെ ഒരു നമ്പറുകളാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പറും നമ്പർ സിസ്റ്റവും തമ്മിൽ എന്താണ് ബന്ധം അതാദ്യം പറയാം. അപ്പോൾ എത്ര ഡിജിറ്റുകളുണ്ട്, ആ ഡിജിറ്റുകളുടെ കോമ്പിനേഷൻ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് സംഗതികൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. എത്ര ഡിജിറ്റുകളുണ്ട്, ആ ഡിജിറ്റുകളുടെ എങ്ങനെയൊക്കെ നമുക്ക് കോമ്പിനേഷൻ നമ്പറാക്കി സൂക്ഷിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതുപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്പർ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടാണ് ആ നമ്പർ സിസ്റ്റത്തിലെ റൂളുകൾ വെച്ചിട്ടാണ് നമ്പറുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സംസാരിക്കുന്ന ഭാഷ, ഇപ്പം നമ്മൾ കേരളത്തിൽ പിന്നെ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഈ ചെറിയ ലൊക്കാലിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഭാഷ കുറച്ച് വടക്കോട്ടോ കുറച്ച് തെക്കോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ? തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തിനടേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലേ കുറച്ച് സ്ലാങ്ങൊക്കെ വ്യത്യാസം ഉണ്ടാവും. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും വ്യത്യാസം ഉണ്ടാവും. ശരിയല്ലേ? ഇനി കുറച്ചുകൂടി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാലോ കർണാടക സ്റ്റേറ്റിലേക്ക് കിടക്കുകയാണെങ്കിലോ എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെയും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് തന്നെ ഇത്രക്കധികം ഭാഷകളും സംഭവങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ലോകത്തിലും അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടറും അമേരിക്കയിൽ ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടറും തമ്മിൽ ഭാഷയിൽ വ്യത്യാസം ഉണ്ടാകും ഇല്ലയോ? ആ ഒരു ചോദ്യം വരും. ഇല്ല എന്നാണ്. കാരണം എന്താ? അവയ്ക്ക് കമ്പ്യൂട്ടറുകൾക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ലോകത്തൊരു ഭാഷയുണ്ട്. ഓക്കെ, അതായത് ഇലക്ട്രോണിക്സിന് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ബൈനറിയാണ്. അതായത് 2 സ്റ്റേജിൽ, ഒന്ന് ഹൈ വോൾട്ടേജിൽ ലോ വോൾട്ടേജിൽ, അല്ലെങ്കിൽ ബൾബ് കത്താൻ ഇടുക അല്ലെ ബൾബ് എന്ന് ഉദാഹരണം പറഞ്ഞു കേട്ടോ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യം മാത്രമേ ആർക്കറിയുള്ളൂ, ഭാഷയായിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു നമ്പർ സിസ്റ്റം പോലെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി അതല്ല, ഇനി വേറൊരു ഇലക്ട്രോണിക്സ് ഉപകരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർക്യൂട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വേറെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്പർ സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നു. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ട് വരുന്നത്. എന്താ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അപ്പം നമ്പർ സിസ്റ്റത്തിൻ്റെ കീഴിൽ നമുക്ക് 4 പഠിക്കാൻ. ഒന്നാമത്തേതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. പിന്നീട് വരുന്നത്
ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടാ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ 4 നമ്പർ സിസ്റ്റം നമ്മൾ ക്ലിയർ ആയിട്ട് തറവായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് തമ്മിലുള്ള കൺവെർഷനുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക, ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലിലേക്ക് മാറ്റുക, അങ്ങനെയുള്ള കൺവെർഷനുകൾ ചെയ്യണമെങ്കിൽ എന്താണ് ഒരു നമ്പർ സിസ്റ്റം, ആ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൺവെർഷനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുന്നൊരു കാര്യം പറയട്ടെ. ഒരു നമ്പർ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിജിറ്റുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബേസ് വാല്യൂ അല്ലെങ്കിൽ റാഡിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് വരിക. അവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റുകളുണ്ട്, എത്ര നമ്പർ? സിമ്പിളി 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ. 10 ഉണ്ടോ? 10 ഇല്ല. ബിക്കോസ് 10 ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് 0 and 1. 0ഉം 1ഉം എന്ന ഡിജിറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു കോമ്പിനേഷൻ നമ്പറാണ് 10 എന്നുള്ളത് അല്ലേ. അതായത് ബേസിക് ഡിജിറ്റുകളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. 10 എണ്ണം എന്നുണ്ട്, 10 ഡിജിറ്റുകളുണ്ട്. 10 ഡിജിറ്റ് ഞാൻ പറഞ്ഞില്ലേ, 0 ഒരു ഡിജിറ്റ്, 1 സെക്കൻഡ് ഡിജിറ്റ്, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ എത്ര ഡിജിറ്റുകളുണ്ട്? 10 ഡിജിറ്റുകളാണ് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഇങ്ങനെ 1 വേർഡ് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ റാഡിക്സ് വാല്യൂ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബേസ് വാല്യൂ ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം? അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ബേസ് വാല്യൂന്നോ അല്ലെങ്കിൽ റാഡിക്സോ പറയുമ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ മതി, അത് ആ നമ്പർ സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റുകൾ ഉണ്ടെന്ന് എണ്ണീട്ട് അത് എന്ത് ചെയ്യാൻ മതി. അപ്പോൾ ബേസ് വാല്യൂ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ബേസ് വാല്യൂയാണ് 10, റാഡിക്സ് വാല്യൂ എന്ന് വെച്ചാലും 10, 2, 3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് 10 ഡിജിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 14നെ നമുക്ക് 10ന്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഉപയോഗിച്ചിട്ട് ഈ 14 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ പണ്ട് നമ്മൾ പഠിച്ചിരുന്നു, ഈ പൊസിഷനിലുള്ള ഒറ്റ, 10, 100, 1000, 10,000 അങ്ങനെയല്ല നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 1 ചെയ്താൽ മതി. ഈ കിടക്കുന്ന ആള് ഇതേ × 10 ചെയ്താൽ മതി അല്ലേ. ഇവിടെ കിടക്കുന്ന ആള് ഒറ്റ, ഇപ്പുറത്തുള്ള ആള് 10. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ മൊത്തം 14 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് 10ന്റെ ടേംസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 1 എന്ന് പറയുന്നത് കൊണ്ട് അപ്പോൾ നിങ്ങൾ 10 ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കേണ്ട. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 10⁻0 കൊടുത്താൽ മതി. ഇവിടെ 10⁻1 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 10ന്റെ ടേംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്പർ റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ ഇതിനെയോ 123 എന്ന് പറയുമ്പോൾ ഒരു നമ്പർ എടുത്തു. ഇതിന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3 × 10⁻0 അതും പിന്നെ ഇതിൽ 2 × 10⁻1 പിന്നെ 1 × 10⁻2 അല്ലേ. 10⁻2 എന്ന് പറയുന്നത് 800. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 123. അപ്പോൾ ഈ 123 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഞാൻ എന്തിനാണെന്നറിയോ ഇവിടെ 10 10 10 ആ 10ന്റെ ടേബിൾ റെപ്രസെന്റ് ചെയ്തത് എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് ഈസ് എ ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലെ. ഡെസിമൽ നമ്പർ സിസ്റ്റം ആവുമ്പോൾ ഈ 10ന്റെ ടേം വെച്ചിട്ട് എല്ലാ നമ്പറുകളെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തന്നത്. ഏതൊരു നമ്പറും നിങ്ങളെടുത്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നമ്പർ ആണെന്നുണ്ടെങ്കിൽ 10 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ 10 ഡിജിറ്റുകളുള്ള ഈ ഒരു നമ്പർ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അടുത്തത് ബൈനറി നമ്പർ സിസ്റ്റം. മോണോ, ബൈ, ട്രൈ, ടെട്ര എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? 10ാം ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോ കാർബൺസ് നെയിം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. മോണോ, ബൈ, ട്രൈ അല്ലേ. ക്ലോറിൻ വരുമ്പോൾ നമ്മളിങ്ങനെ പറയും മോണോ ക്ലോറിൻ, അങ്ങനെയല്ലേ. 2 ക്ലോറിൻ വരുമ്പോൾ നമ്മൾ പറയും ബൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ, അല്ലെങ്കിൽ ഡൈ ക്ലോറിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈ എന്ന് പറഞ്ഞാലും ഡൈ എന്ന് പറഞ്ഞാലൊക്കെ ചെയ്യും. അതെന്തോ ആയിക്കോട്ടെ, അത് കെമിസ്ട്രി. നമുക്കിവിടെ കമ്പ്യൂട്ടറിലേക്ക് വരാം. ബൈ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 എന്നാണ്. ട്രൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 എന്നാണ്. അതെ. അപ്പോൾ ഇവിടെ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ചിന്ത, ബൈനറി എന്നല്ല പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 നമ്പർ ഉണ്ടാവണോ, 2 ഡിജിറ്റ് ഉണ്ടാവണോ അല്ലെ? ആ 2 ഡിജിറ്റ് വെച്ചിട്ടൊരു കോമ്പിനേഷനാണ് എല്ലാ നമ്പറുകളും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 0 and 1. അതായത് ഈ നമ്പർ സിസ്റ്റത്തിൽ ആകെ 2 ഡിജിറ്റുകൾ മാത്രമേ ഉള്ളൂ. ആ 2 ഡിജിറ്റ് ആയിരിക്കാം, ഒന്ന് 0യും ഒന്ന് 1ഉം. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു സിസ്റ്റം, നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ 0യും 1ഉം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്പർ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? 0 0 0 0 1 1 0 1 1 ഇങ്ങനെ നമുക്ക് ഉണ്ടായിക്കൂടെ അല്ലേ? 0 കഴിഞ്ഞ് പിന്നെ 1 ആണ് വരിക, പിന്നെ 10 ആണ് വരിക, പിന്നെ 11 ആണ് വരിക. 11 കഴിഞ്ഞാൽ പിന്നെ എത്ര വരിക? 100 ആണ് വരിക, പിന്നെ 101 അല്ലേ? അല്ലേ? ഇപ്പോൾ 0 0 1 നമുക്ക് എഴുതാൻ പറ്റുമോ? 02 എഴുതാൻ പറ്റുമോ? ഇല്ല. 03 എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഈ 2 3 ഒന്നും ഈ സീനിലില്ലാത്ത ആൾക്കാരാണ്. മനസ്സിലായ? അപ്പോൾ 1 കഴിഞ്ഞാൽ എത്രയാ? 10 ആണ്. 10 കഴിഞ്ഞാൽ 11. 11 എത്രയാ? 100 ആണ്. 12 ഉണ്ടാ? 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഇത് മനസ്സിലാക്കിയാൽ അർത്ഥം. കാരണം എന്താ? 12 എന്നുള്ള ആ 2 എന്നുള്ള ഡിജിറ്റ് എവിടെ ഇല്ല? ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഇല്ല. അപ്പം അതുകൊണ്ട് 0യും 1ഉം ഉപയോഗിച്ചുള്ള ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, വാട്ട്സ് ദ ബേസ് വാല്യൂ ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം? എന്ത് പറയും? എന്ത് പറയും? 2 എന്ന് പറയണം അല്ലേ? 2 എന്ന് പറഞ്ഞാൽ എന്ത് വരുമോ? ശരിയായ ഉത്തരവാണല്ലോ. 10 എന്ന് പറയാൻ പാടുമോ? പാടില്ല. 10 ഏതാ? ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ എത്രയാണ്? ഇതിന്റെ ബേസ് വാല്യൂ അല്ലെങ്കിൽ റാഡിക്സ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ബിക്കോസ് there are 2 digits in this number system, 0 and 1. ഓക്കെ, അപ്പോൾ എല്ലാ നമ്പറുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 എന്നുള്ള ആ ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ എഴുതണം. ഒരു നോക്കണ്ട 1
0 0 1 നമ്മൾ എഴുതണം. ഇതൊരു ബൈനറി നമ്പറാണ് അല്ലേ? അപ്പോൾ ഒരു 4 ഡിജിറ്റുള്ള ഒരു ബൈനറി നമ്പറാണ് ഇത്. അപ്പോൾ ഈ അറ്റത്ത് കിടക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് LSB. ഓക്കെ, LSB. LSB ഒന്നും നിങ്ങൾ വായിക്കരുത്. LSB എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മാറും. എടാ ഞാൻ LSD അങ്ങനെ LSD എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ വർത്തമാനം കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ ശരിക്കും നിങ്ങൾ വേറെ ഏതോ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പോലീസുകാരെ വിളിച്ച് അധികം പൊക്കിക്കൊണ്ട് പോകും. അപ്പം LSD എന്നൊന്നും പറയരുത്. പറയുമ്പോൾ എന്തൊക്കെ പറയുന്നത് LSB എന്ന് പറയണം. ഓക്കെ, അതിൻ്റെ ഒരു എന്താ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ആള്, ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ആളെ എന്ന് പറയുന്നത് MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ് അവരുടെ ഒരു പേര്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉള്ള രണ്ടാൾക്കാരാണ് 0 1. അത് ഉപയോഗിച്ചിട്ട് ഏതൊരു കോമ്പിനേഷനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള ആൾക്കാരാണ് ഒക്ടാൽ നമ്പർ സിസ്റ്റം. കെമിസ്ട്രി ഓർക്ക് 10ാം ക്ലാസ്സിൽ മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻറ്റൈൻ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ കഴിഞ്ഞു വരുന്ന ആൾക്കാരാണ് ഒക്ടൈൻ അല്ലേ? ഓക്കെ, ഒക്ടൈൻ എന്ന് പറയുമ്പോൾ അതിൽ എത്ര കാർബൺ ആറ്റങ്ങളാണ് ഉണ്ടാവുക? 8 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവുക. അപ്പം 8 എന്നതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണിത് ഒക്ട് എന്നുള്ളത്. അപ്പോൾ ഒക്ടാൽ നമ്പർ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 നമ്പറുകളുള്ള ഒരു നമ്പർ സിസ്റ്റമാണ്, 8 ഡിജിറ്റുകളുള്ള ഒരു നമ്പർ സിസ്റ്റമാണ്. ഏതൊക്കെയാണെന്ന് നോക്കിക്കോട്ടാ. ഒക്ടാൽ നമ്പറിൽ സിസ്റ്റത്തിൽ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ 3ഉം 4ഉം 5ഉം 6ഉം 7ഉം ഉണ്ട്. ഓക്കെ, മറ്റേ പറഞ്ഞ പോലെ എന്തൊക്കെയുണ്ട് സുഖം. അപ്പോൾ 0ഉം 1ഉം 2ഉം 3 4 5 6 7 ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൽ 8 എന്ന ഡിജിറ്റ് ഉണ്ടോ? ഒരു കുട്ടി എഴുതാണ് ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിലുള്ള ഡിജിറ്റുകൾ ഏതൊക്കെ എഴുതുമ്പോൾ ഇതിങ്ങനെ എഴുതണം. ശരിയോ തെറ്റോ? അപ്പം എന്ത് ചെയ്യുക? എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 8 ഇവിടെ ചെറുതന 8 എത്രാമത്തോന? 9ാമത്തോന. 9 ഡിജിറ്റ് ആയിപ്പോ ഇല്ലേ? ഒക്ടാലിന്റെ ഡിജിറ്റിൽ ഒക്ടാലിന്റെ നമ്പർ സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ് പാടുള്ളൂ? 8 എന്നാ പാടുള്ളൂ. അതുകൊണ്ട് 8 എന്നുള്ള നമ്പർ ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൽ ഇല്ല. ബിക്കോസ് there are only 7 digits in octal number system. ഓക്കെ, അതുകൊണ്ട് 8 എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റ് നോട്ട് അവൈലബിൾ ഇൻ ദിസ് ഒക്ടാൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ നമ്പറുകൾ ഉപയോഗിച്ചിട്ട്, ഈ ഡിജിറ്റുകൾ ഉപയോഗിച്ചിട്ട് ഏതൊരു കോമ്പിനേഷൻ നമ്പർ വേണമെങ്കിൽ നമുക്ക് എന്തിനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ 324 എന്ന് പറയുന്നത് ഒരു ഒക്ടാൽ നമ്പറാണ്. 268 എന്ന് പറയുന്നത് ഏതൊരു ഒക്ടാൽ നമ്പറാണ്? ആണോ? തെറ്റിന് അപ്പോൾ തെറ്റെന്ന് പറയണം അല്ലേ? 268 ഇറ്റ് ഈസ് നോട്ട് എ ഒക്ടാൽ നമ്പർ ബിക്കോസ് ഇവിടെ സാധനം കണ്ടാ 8 എന്ന് പറയുന്ന ആള് എവിടെ ഇല്ല? നോട്ട് ഇൻ ഒക്ടാൽ നമ്പർ സിസ്റ്റം എന്ന് പറയണം. മനസ്സിലായില്ലേ? ഓക്കെ, ഈ 8 എന്ന് പറയുന്ന ആള് ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൽ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അതൊരു ഒക്ടാൽ നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഏതൊരു കോമ്പിനേഷൻ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്പർ ഇങ്ങനെ തുടർച്ചയായ നമ്പർ ആയി വരിക 0 1 2 3 4 5 6 7 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ എത്രയാണ്?
10, 11, 12, 13, 14, 15, 16, 17, 18 ഉണ്ടാവില്ല. 17 എത്രയാണ് വരിക? 20, 21, 22 അങ്ങനെ 8 ഇല്ല, 9 ഇല്ല, അങ്ങനെ കളിച്ചാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്പർ സെറ്റിലെ എല്ലാ ടേമുകളും നമുക്ക് എന്ത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 8 വെച്ചിട്ട് 8ന്റെ ടേം വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്നുള്ളത് കഴിഞ്ഞു. ഇപ്പോൾ വേറെ കാര്യം പറയാൻ പറഞ്ഞു. ഇത് ഞാൻ ഉദ്ദേശിച്ചുള്ള ഒക്ടൽ നമ്പറിനാണ്. ഇത് ഞാൻ ഉദ്ദേശിച്ചുള്ള ബൈനറി നമ്പറിനാണ് ഉദ്ദേശിച്ചത്. ഇതും ഒക്ടൽ നമ്പറിലും വേണമെങ്കിൽ നമുക്ക് എഴുതാം, ബൈനറി നമ്പറിലും വേണമെങ്കിൽ എഴുതാം, ഡെസിമൽ നമ്പറിലും വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇത് ബൈനറി നമ്പറിൽ എഴുതാൻ പറ്റില്ല, കാരണം അതിൽ 3, 2, 4 ഒക്കെ അത് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒക്ടൽ നമ്പറാണെന്ന് എനിക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച ഒക്ടൽ നമ്പറിനല്ലേ, അത് കാണുന്നവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ 8 എഴുതണം. ഈ ബ്രാക്കറ്റിന്റെ ചോട്ടിൽ കുഞ്ഞിലാക്കിയിട്ട് എഴുതുന്ന സാധനമാണ് എന്ത്? ബേസ് വാല്യൂ, റാഡിക്സ് അല്ലേ? 8 ഡിജിറ്റ് അല്ലേ ഈ നമ്പർ സിസ്റ്റത്തിലുള്ളത്. ഇത് ബൈനറി ആണെങ്കിൽ അപ്പോൾ ഇവിടെ എത്ര എഴുതണം? 2 എഴുതണം. ഞാനിപ്പോൾ 123 ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ എത്ര എഴുതണം? 10 എഴുതണം. മനസ്സിലായ? അപ്പോൾ ഇവിടെ എന്താ എഴുതുന്നത്? ഏത് നമ്പർ സിസ്റ്റം ആണോ ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് വാല്യൂ ആണ് എഴുതുന്നത്. ഒക്ടലാണെങ്കിൽ 8 എഴുതുക, ഡെസിമൽ ആണെങ്കിൽ 10 എഴുതുക, ബൈനറി ആണെങ്കിൽ 2 എഴുതുക. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോ മക്കളെ നമ്മൾ നോക്കിക്കുക, ഞാൻ പറഞ്ഞു ഒക്ട് എന്നുള്ളത് 8നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹെക്സ് എന്നുള്ളതോ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ്, അതായത് 6നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹെക്സ് എന്നുള്ളത്. അപ്പോൾ ഹെക്സാൽ നമ്പർ സിസ്റ്റം എന്നല്ല, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നാണ്. ഡെസിമൽ ഓൾറെഡി 10 ആണ്. 10ന്റെ കൂടെ 6 ചേർന്ന് കഴിഞ്ഞാൽ 16 ഡിജിറ്റുകളുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് എന്ത്? ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പം അതുകൊണ്ട് ആ 16 ഡിജിറ്റുകൾ ഏതൊക്കെ നോക്കിക്കോ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എന്ന് പറയുമ്പോൾ അത് 0ന്റെയും 1ന്റെയും ഒരു കോമ്പിനേഷൻ അല്ലേ? അപ്പം അതുകൊണ്ട് അതല്ല. അപ്പോൾ 0 തൊട്ടിട്ട് 9 വരെയുള്ള 10 ഡിജിറ്റും then A, B, C, D, E, F ഇങ്ങനെയുള്ള 6 ഡിജിറ്റും കൂടി ചേർന്നതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. 16 ഡിജിറ്റുകളുള്ളത്. അപ്പോൾ 0, 1, 2, 3, 4, 5, 6, 9 കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് A ആണ്, അതിൻ്റെ അടുത്ത് വരുന്നത് B ആണ്, then C, D, E, F. അങ്ങനെയുള്ള 16 ഡിജിറ്റുകൾ എവിടെയുണ്ട്? നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും കൃത്യമായിട്ട് ഈ നമ്പർ സിസ്റ്റത്തിലൊക്കെ പറ്റിയിട്ട് പഠിക്കുക. ഇതൊക്കെ ഓരോ നമ്പർ സിസ്റ്റം എഴുതുക, അതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷനുകളും അതിൻ്റെ എക്സാമ്പിളുകളും ഒക്കെ നമ്മൾ എഴുതുക, നോട്ടിൽ എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ക്ലാസ്സിൽ ഈ നമ്പർ സിമ്പിളായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ നമ്പർ സിസ്റ്റത്തിൽ മറ്റേക്ക് അതിൽ നിന്ന് ഇതിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓരോ നിങ്ങൾക്ക് തരുന്ന ഒരു വർക്ക് ഉണ്ടാകുക, നിങ്ങൾ സ്വയം ചെയ്യേണ്ട വർക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ നമ്പർ സിസ്റ്റം നമ്മൾ എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അയച്ചേക്കാം. ബൈനറി നമ്മൾ പറഞ്ഞു, ബൈനറി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ്. മനുഷ്യന് യൂഷ്വലി മനസ്സിലാവുന്ന ഒരു നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ പിന്നെ ഒക്ടാലും ഹെക്സാഡെസിമലൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, എഴുതാൻ അയച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ നമ്പർ സിസ്റ്റങ്ങൾ മൊത്തമായിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? സൂപ്പറായിട്ട് നമ്പർ സിസ്റ്റം ക്ലാസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാം. ബൈ.